ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന ഇംഗ്ലീഷ് ജനറൽ പേപ്പറിൻ്റെ സെക്കൻഡ് യൂണിറ്റാണ്. റാനേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അതിൽ റാനേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ റാനേഴ്സാണ് വരുന്നതെന്ന് നോക്കാം. ഇതൊരു എസ്സേ ആയിട്ടും പാരഗ്രാഫായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ്. ഇപ്പോൾ റാനേഴ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ എസ്സേസ് ആണ്, സെക്കൻഡ് റിസർച്ച് പേപ്പേഴ്സ്, കേസ് സ്റ്റഡി, ബുക്ക് റിവ്യൂ, ലിറ്ററേച്ചർ റിവ്യൂ, പ്രൊജക്ട് റിപ്പോർട്ട്, പ്രൊപ്പോസൽസ്, ഡിസർട്ടേഷൻ ആൻഡ് ഓത്തീസിസ്. ഇത്രയും കാര്യങ്ങളാണ് റാനേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് എസ്സേ ആയിട്ടോ പാരഗ്രാഫായിട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എസ്സേസ് എന്ന് എഴുതുക, അതിൻ്റെ താഴെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ എഴുതി പോകുന്നത് നന്നായിരിക്കും. എന്താണ് എസ്സേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കാഡമിക് എസ്സേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. അക്കാഡമിക് എസ്സേ ഇസ് റിട്ടൺ. എന്തിനു വേണ്ടിയിട്ടാണ് അക്കാഡമിക് എസ്സേ എഴുതുന്നത്? ടു ആൻസർ എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് അക്കാഡമിക് എസ്സേ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിലൊക്കെ അസൈൻമെൻറ്റ്സ് തരുമ്പം അതിൽ നിങ്ങൾ ടീച്ചർ തരുന്ന ടോപ്പിക്കിൽ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ടു ആൻസർ എ ക്വസ്റ്റ്യൻ ആൻ അക്കാഡമിക് എസ്സേ ഇസ് റിട്ടൺ. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ടു ഡിഫെൻഡ് ആൻ ആർഗ്യുമെൻറ്റ്, അതായത് ഒരു എസ്സേ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ, ഇപ്പോൾ ഡിബേറ്റ് മോഡിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ മുന്നിൽ വയ്ക്കും. അതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എഴുതാം. അപ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ടു ഡിഫെൻഡ് ആൻ ആർഗ്യുമെൻറ്റ് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ യൂസേജാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ഡീമെറിറ്റ്സ് ആണ് കൂടുതൽ ഉള്ളത് എന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ് വരുന്നത് എങ്കിൽ യു ഹാവ് ടു ഡിഫെൻഡ് ഇറ്റ്. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് എഴുതേണ്ടതായിട്ട് വരും. ആർഗ്യുമെൻറ്റിനെ എതിർത്ത് എഴുതുക. അപ്പോൾ ഡിഫെൻഡ് ആൻഡ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് പറയുന്ന ആശയത്തിന് അത് മോശമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല, അതിന് നല്ലൊരു വശം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി പറയുന്നതാണ് ഡിഫെൻഡ് ആൻഡ് ആർഗ്യുമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ഒപ്പീനിയൻ വിത്ത് സപ്പോർട്ടിംഗ് എവിഡൻസ്. എന്താണ്? നിങ്ങൾ പറയുന്ന ആശയം ഡിഫെൻഡ് ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് വേണം, അതിന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇത് ശരിയല്ല, ഇങ്ങനെയല്ല, അതിന് ഇങ്ങനെ മെറിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയുള്ള ഡീമെറിറ്റ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒപ്പീനിയൻസ് കൂടി അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റണം. അങ്ങനെയാകുമ്പോഴാണ് അതൊരു അക്കാഡമിക് എസ്സേ ആയിട്ട് മാറുന്നത്. ഇനി റിസർച്ച് പേപ്പർ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻസ് ത്രൂ. ഏതൊക്കെ മാർഗത്തിലൂടെയാണ് റിസർച്ച് പേപ്പർ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെത്തഡോളജിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിസ്കഷൻസ്, കൺക്ലൂഷൻസ്. ലിറ്ററേച്ചർ റിവ്യൂ എന്താണെന്ന് നമ്മളിനി വരുന്ന ഇതിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. മെത്തഡോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മെത്തഡോളജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. സർവേ മെത്തേഡ്, സാമ്പിളിംഗ് സർവേ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതിലേത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ ഡിസ്കഷൻസ്. ഈ റിസർച്ച് പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഡിസ്കഷൻസിനെ കണക്കിലെടുത്താണോ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ കൺക്ലൂഷൻ. ഈ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് റിസർച്ച് പേപ്പർ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്താണ് പ്രൊപ്പോസൽ എന്ന് നോക്കാം. പ്രൊപ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എന്താണ് പഠന വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. വാട്ട് വി പ്രസന്റ് ടു എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്താൻ പോകുന്നത്, റിസർച്ച് നടത്താൻ പോകുന്നത് എന്നതാണ് മെയിനായിട്ട് പ്രൊപ്പോസലിൽ വരുന്നത്. What we present to explain objectives, purpose, methodology and detailed plan for a proposal. അതായത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് എൻ്റെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്, ചില കാര്യങ്ങളുണ്ടായി. ഇപ്പോൾ ഞാൻ ഓൾറെഡി മൊബൈലിൻ്റെ കാര്യം പറഞ്ഞു. മൊബൈൽ അത് അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും വെച്ചിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണിന് കൂടുതൽ ഡീമെറിറ്റ്സ് ആണ് ഉള്ളത് എന്ന് ആണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്ത് കാരണം കൊണ്ട് ഞാനതിനെ നെഗറ്റീവായിട്ട് പറയുന്നു. പേർപ്പസ്, എന്തിനു വേണ്ടിയിട്ട് ഈ സ്റ്റഡി നടത്തുന്നു, അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ, അതിൻ്റെ മെത്തേഡ് ഏത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത്, ആ യൂത്തിൻ്റെ ഇടയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടാണോ, അതായത് സാമ്പിൾ മെത്തേഡാണോ, ഏത് ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാൻ വിവരിക്കുന്നതാണ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ലിറ്ററേച്ചർ റിവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടാവാം. അതായത് അതേ സബ്ജക്റ്റ് തന്നെ ആയിരിക്കണം, അതേ ടോപ്പിക് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇപ്പം മൊബൈൽ ഫോൺ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ
ഓൾറെഡി റിസർച്ചസ് നടന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലിറ്ററേച്ചർ സബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ റിവ്യൂ മെത്തേഡ് മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാക്ബത്ത് ആസ് എ പ്രോബ്ലം പ്ലേ. ഓൾറെഡി പ്രോബ്ലം പ്ലേ എന്ന രീതിയിൽ അല്ലെങ്കിൽ ട്രാജഡി എന്ന രീതിയിൽ മാക്ബത്തിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ സമ്മറീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂവിൽ വരുന്നത്. സമ്മറി ഓഫ് റിലവൻറ്റ് പ്രീവിയസ് റൈറ്റിംഗ്സ് ഓൺ ദി ടോപ്പിക് അണ്ടർ ഡിസ്കഷൻ. നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള റൈറ്റിംഗ്, അതിൻ്റെ സമ്മറിയാണ് ലിറ്ററേച്ചർ റിവ്യൂവിൽ വരുന്നത്. മെയിൻ പർപ്പസ് ഈസ് ടു ഡിസ്പ്ലേ അവർ നോളജ് ഓഫ് ദ സബ്ജക്റ്റ്. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് എനിക്ക് അതിയായ വിവരം ഉണ്ട്, അതിയായ അറിവ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നത്. റിവ്യൂയിങ് അതേഴ്സ് വർക്ക്സ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് അവർ വർക്ക്. അതായത് മറ്റൊരാളുടെ റിവ്യൂ ഞാൻ എന്തിന് ഇവിടെ എഴുതുന്നു എന്ന് വെച്ചാൽ, മറ്റൊരാളുടെ റിവ്യൂ എഴുതുമ്പോൾ ആ റിവ്യൂവും എൻ്റെ റിവ്യൂവും തമ്മിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റും തമ്മിൽ, എൻ്റെ ഒരു സ്റ്റഡിയും തമ്മിൽ വ്യത്യാസം എന്താണ് എന്ന് കാണിക്കാം. ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളുടെ സ്റ്റഡിയും എൻ്റെ സ്റ്റഡിയും ഒരുപോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഞാൻ നടത്തുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലിറ്ററേച്ചർ റിവ്യൂ വയ്ക്കുന്നത്. ആൻഡ് ഓൾസോ ടു ജസ്റ്റിഫൈ ദ ഗ്യാപ്പ് എക്സിസ്റ്റിംഗ് ഇൻ ദ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാതെ വെച്ചിട്ടുണ്ട്, അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്ററേച്ചർ റിവ്യൂ എഴുതുന്നത്. അടുത്തത് ഡെസേർട്ടേഷനാണ്. ഡെസേർട്ടേഷൻ ഓഫ് തീസിസ്. ഫൈനൽ പ്രോജക്ട്സിൽ UG സെക്ഷനിൽ ഡിഗ്രിയിൽ 3rd ഇയറിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഫൈനൽ പ്രൊജക്റ്റാണ് ഡെസേർട്ടേഷൻ അല്ലെങ്കിൽ തീസിസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ PGയിലും ഫൈനൽ ഇയറിൽ ചെയ്യണം. ഇതേപോലെ PhDയിലും ചെയ്യുന്നതാണ് ഈ ഡെസേർട്ടേഷൻ ഓഫ് തീസിസ് എന്ന് പറയുന്നത്. ഇൻ ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എ തീസിസ് ഇസ് ദ ഫൈനൽ പ്രൊജക്റ്റ് ഓഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി. ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് തീസിസും ഡെസേർട്ടേഷനും. അപ്പോൾ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് എങ്കിൽ തീസിസ് എന്ന് പറയുന്നതാണ് PG സെക്ഷനിൽ നമ്മൾ എഴുതുന്ന പ്രൊജക്റ്റിന് പറയുന്ന പേര്. തീസിസ് എന്നാണ് PGയിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അതായത് അമേരിക്കയിൽ പറയുന്നത് എന്താണ്, അതിനെ തീസിസ് എന്നാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി PGയിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിനെ വിളിക്കുന്നത് തീസിസ് എന്നാണ്. എന്നാൽ ഡെസേർട്ടേഷൻ എന്നാണ് PhDക്ക് ചെയ്യുന്ന, ഡോക്ടറൽ ഡിഗ്രി PhDക്ക് ചെയ്യുന്ന സ്റ്റഡിക്ക് പറയുന്നത് ഡെസേർട്ടേഷൻ എന്നാണ്. എന്നാൽ ഇത് യുണൈറ്റഡ് കിങ്ഡം UK ബ്രിട്ടൻ പോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എങ്ങനെയാണ്, തീസിസ് എന്ന് പറയുന്നത് ഡോക്ടറൽ ഡിഗ്രിയാണ്. PhDക്ക് നമ്മൾ ചെയ്യുന്നത് തീസിസും, ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി PGയിൽ നമ്മൾ ചെയ്യുന്നത് ഡിസർട്ടേഷനുമാണ്. ഇന്ത്യയിൽ, അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡിസർട്ടേഷൻ എന്ന് പറയുന്നതാണ് PGക്ക് ചെയ്യുന്നത്, തീസിസ് എന്ന് പറയുന്നത് PhDക്ക് ചെയ്യുന്നതാണ്. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്ട്രക്ചർ രണ്ടിനും സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ പേജസ് ഡിഫറൻസ് ഉണ്ട്. PGക്ക് ചെയ്യുന്നതിന് 50 പേജസ് ഒക്കെ വരികയുള്ളൂ, എന്നാൽ തീസിസ് PhDക്ക് ചെയ്യുന്നതിന് 500 പേജസ് വരെയൊക്കെ വരാറുണ്ട്. ഇതാണ് പേജസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. 50-500 ആ ഒരു റേഞ്ചിലുള്ള വ്യത്യാസമാണ് വരുന്നത്. അടുത്തത് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് സയൻസ് സബ്ജക്ട്സ് ലൈക്ക് മെഡിസിൻ അതുപോലെയുള്ള സയൻസ് സബ്ജക്ട്സിനാണ് മെയിനായിട്ട് കേസ് സ്റ്റഡി വരുന്നത്. മെയിൻ സ്കിൽ ഇൻവോൾവ് ഇൻ കേസ് സ്റ്റഡി ആ പ്രോബ്ലം സോൾവിങ്, ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് റൈറ്റിംഗ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുക. ഇപ്പോൾ ഒരു കോവിഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു രോഗമാണ്, ആ പ്രോബ്ലം എന്തുകൊണ്ടാണ് ആ രോഗം വരുന്നത്, അതിനെ പറ്റിയിട്ടൊരു ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റഡി നടത്തണം. അതിനുശേഷം അതെങ്ങനെ ആ രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടൊരു കണ്ടുപിടുത്തം നടത്തണം. അതേപോലെ അതിനെപ്പറ്റി എഴുതുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് കേസ് സ്റ്റഡിയിൽ വരുന്നത്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്താണ്? സാമ്പിൾ കേസസ് ആണ്. സാമ്പിൾ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം ഇല്ലാതാക്കാനായിട്ടുള്ള സാമ്പിൾസ്, മെഡിസിൻ കണ്ടെത്തുക. പിന്നെ റിയൽ ഓർ ഇമാജിനറി ക്രൈസിസ്. ഇങ്ങനെയൊരു ക്രൈസിസ് റിയലായിട്ട് വരുന്നതാവാം, ചിലപ്പോൾ ഇമാജിനറി ആയിട്ടുള്ളൊരു ക്രൈസിസ് ആയിരിക്കാം, ശരിക്കും അത് വന്നിട്ടുണ്ടാവില്ല. വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ക്രൈസിസിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റഡി ആയിരിക്കും നടത്തുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ളതാണ് ഹൈപ്പോത്തറ്റിക്കൽ. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊരു നിഗമനം. ആ ഒരു നിഗമനത്തെയാണ് ഇവിടെ ഹൈപ്പോത്തറ്റിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഡിമോൺസ്ട്രേറ്റ് ഹൗ ദേ ഹാൻഡിൽഡ് ഓർ സോൾവ്.
ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നത്, നമുക്ക് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു മഹാമാരി വരികയാണ്, എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി വരികയാണ്. ആ പകർച്ചവ്യാധി വന്നാൽ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള പഠനം സാമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, റിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇമാജിനറി സിറ്റുവേഷൻ ആയിരിക്കും. എങ്ങനെ അതിനെ സോൾവ് ചെയ്യുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കേസ് സ്റ്റഡി വരുന്നത്. ഇനി അടുത്തത് മേജർ അപ്രോച്ചസ് ടു റൈറ്റിംഗ് ആണ്. ഇതും എസ് എ ആയിട്ടും പാരഗ്രാഫായിട്ടും ചോദിക്കാറുണ്ട്. മേജർ അപ്രോച്ചസ് ടു റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എക്സ്പോസിറ്ററി മെത്തേഡ്, ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്, പെർസ്വേസീവ്, അനലിറ്റിക്കൽ, ക്രിറ്റിക്കൽ ഓർ ഇവാലുവേറ്റീവ്, നറേറ്റീവ് ഓർ റിഫ്ലക്റ്റീവ്, ഇത്രയും മെത്തേഡ്സ് ആണ്, ഇത്രയും ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ആണ് റൈറ്റിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സ്പോസിറ്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വിവരിക്കുന്നു, എങ്ങനെയാണ് അതിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആ സബ്ജക്റ്റിനെ പറ്റി, ആ ടോപ്പിക്കിനെ പറ്റി എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പോസിറ്ററി മെത്തേഡ് വരുന്നത്. എക്സ്പോസിറ്ററി എളുപ്പത്തിൽ പഠിക്കാവുന്നത് എക്സ്പ്ലെയിൻ, ഇൻഫോം, ആ രണ്ട് ടേംസ് ഓർത്തിരുന്നാൽ മതി. ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. വിഷ്വൽ വേർഡ്സ്, വിഷ്വലായിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട്, വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്, അപ്രോച്ച് എന്ന് പറയുന്നത്. പെർസ്വേസീവ് എന്ന് പറയുന്നത് റീഡറിനെ കൺവിൻസ് ചെയ്യിക്കുക, അവരെ അത് സ്വീകാര്യമാക്കി മാറ്റുക. ഒരു കാര്യം അതിന് നല്ല വശവും ചീത്ത വശവും ഉണ്ടാവും. എങ്ങനെ നമ്മൾ അത് ഒരു വായനക്കാരനിലേക്ക് എത്തിക്കുന്നു, അയാൾക്ക് സ്വീകാര്യമായ രീതിയിൽ, അയാൾക്കിത് വായിച്ചേ പറ്റുകയുള്ളൂ എന്ന രീതിയിലേക്ക് ഒരു ടോപ്പിക്കിനെ എത്തിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നതാണ് പെർസ്വേസീവ് എന്ന് പറയുന്നത്, സ്വീകാര്യമാക്കി മാറ്റുക. അതാണ് എയിംസ് ടു കൺവിൻസ് റീഡേഴ്സ് ടു ആക്സെപ്റ്റ് ദ റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. വായനക്കാരൻ എങ്ങനെയാണ് അത് വായിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി, അയാളുടെ സൈക്കോളജിക്കൽ ലെവൽ മനസ്സിലാക്കി, അയാളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ എത്തിക്കാനായിട്ട് ഒരു റൈറ്ററിനെ കൊണ്ട് സാധിക്കുക. റൈറ്റർ പറയുന്ന ആശയമാണ് ശരി എന്ന രീതിയിലേക്ക് എത്തിക്കുക. അതാണ് പെർസ്വേസീവ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അനലിറ്റിക്കൽ മെത്തേഡാണ്. അനലിറ്റിക്കൽ മെത്തേഡിൽ ഇപ്പോൾ മേലെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുകയാണെങ്കിൽ അതാണ് അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പോസിറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, പെർസ്വേസീവ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം, അത് വായനക്കാരനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എത്തിക്കുകയും വേണം. ഇത്രയും ഉണ്ടെങ്കിൽ അത് അനലിറ്റിക്കൽ മെത്തേഡാണ്. അടുത്തത് ക്രിറ്റിക്കൽ ഓർ ഇവാലുവേറ്റീവ് ആണ്. ക്രിറ്റിക്കൽ അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് എന്ന് പറയുമ്പോൾ എയിംസ് അറ്റ് ഇവാലുവേറ്റിംഗ് ദ മെറിറ്റ്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് വർക്ക്. ഒരു എക്സിസ്റ്റിംഗ് വർക്കിൻ്റെ മെറിറ്റ് എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ആൻഡ് ഓൾസോ അതിന് ആൾട്ടർനേറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ. ഇപ്പോൾ ഡീമെറിറ്റ്സ് ആണ് ഉള്ളത് എങ്കിൽ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ് വരുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അത് അത്രത്തോളം മെറിറ്റ്സ് ഉള്ളതല്ല എങ്കിൽ എങ്ങനെ അതിന് മെറിറ്റ്സ് ഉള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പഠനമാണ് ക്രിറ്റിക്കൽ ആൻഡ് ഇവാലുവേറ്റീവ് റൈറ്റിങ്ങിൽ വരുന്നത്. നറേറ്റീവ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് മെത്തേഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോറി, കഥ അല്ലെങ്കിൽ കഥ പറയുന്ന രീതിയിലുള്ള റൈറ്റിംഗ് ആണ് നറേറ്റീവ് മെത്തേഡിൽ മെയിനായിട്ട് കാണുന്നത്. അവിടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉൾക്കൊള്ളിക്കാം, അതേപോലെ ഐഡിയാസും ഉൾപ്പെടുത്താവുന്നതാണ്. അത് നറേറ്റീവ് മെത്തേഡാണ്. കഥ പറയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നറേറ്റീവ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ കേസ് സ്റ്റഡിയിൽ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് ആണ് അടുത്തത്. ഡിസ്ക്രൈബിങ് ദ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് കേസ് സ്റ്റഡിയിൽ. ഇപ്പോൾ കൊറോണയുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഡിസ്ക്രൈബിങ് ദ സിറ്റുവേഷൻ വരുമ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. ഐഡൻറ്റിഫൈങ് ദ ഇഷ്യൂസ് ടു ബി സോൾവ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യേണ്ടത്, അത് പകരുന്നത് സോൾവ് ചെയ്യണം, അത് വരാതിരിക്കാനായിട്ടുള്ള മെത്തേഡ് എന്താണ് എന്ന് കണ്ടെത്തണം. അനലൈസിങ് ദ കേസ് യൂസിങ് തിയറീസ് ആൻഡ് അപ്രോച്ചസ് റിലവൻറ്റ് ടു ദ ഡിസിപ്ലിൻ. അപ്പോൾ എന്താണ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ തിയറീസ് ഉണ്ട്, ഇതേപോലത്തെ രോഗങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ, എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് അപ്രോച്ചസ് വരുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് അനലൈസ് ചെയ്യുന്ന രീതിയിൽ വരുന്നത്. ഗിവിങ് റെക്കമെൻഡേഷൻസ് ടു സോൾവ് ദ പ്രോബ്ലംസ്, അപ്പോൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന രീതിയിലൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ്, നമ്മളുടേതായ ഒരു റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് കേസ് സ്റ്റഡിയുടെ സ്റ്റെപ്സിൽ വരുന്നത്.
അടുത്തത് റെറ്ററിക്കൽ മോഡ്സ് ആൻഡ് ദയർ യൂസസ് ആണ്. ഏതൊക്കെയാണ് റെറ്ററിക്കൽ മോഡ്സ്, അതിൻ്റെ യൂസസ് എങ്ങനെ? ഇതും പാരഗ്രാഫ് അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ്. റെറ്ററിക്കൽ മോഡ്സ് ആൻഡ് ദയർ യൂസസ്. നറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, കഥാരൂപത്തിലാണ്. അപ്പോൾ റിക്കൗണ്ടിങ് ഇവൻറ്റ്സ്, അതിൻ്റെ കഥയിൽ ഫസ്റ്റ് ടു ലാസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ടു കൺക്ലൂഷൻ എന്ന രീതിയിൽ ആ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നറേഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഈ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ വ്യക്തികളാവാം, സ്ഥലങ്ങളാവാം, വസ്തുക്കളാവും, ഇതിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇലുസ്ട്രേഷൻ ഓർ എക്സംപ്ലിഫിക്കേഷൻ വരുമ്പം എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ്. ഇലുസ്ട്രേഷൻ എന്നൊക്കെ നമ്മളിപ്പോൾ എസ്സേസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇലുസ്ട്രേറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞു, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ് ഇലുസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ടു എക്സ്പ്ലെയിൻ കാറ്റഗറീസ് ആൻഡ് പാർട്സ് ആണ്. ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഏറ്റവും ശാന്തരായിട്ടുള്ള കുട്ടികൾ ഏത് സെഷനിൽ വരുന്നു, ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ കൂടുതലുള്ള കുട്ടികൾ ഏത് സെഷനിൽ വരുന്നു എന്നൊരു സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡിവൈഡ് ചെയ്യാം. കൊമേഴ്സ്, ലിറ്ററേച്ചർ, പിന്നെ സയൻസ് സബ്ജക്ട്സ് ബേസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവിഷൻ വന്നു. എഗെയിൻ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അപ്പോൾ ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ വന്നു. അപ്പോൾ അതിന് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതാണ് ഡിവിഷൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. പ്രോസസ് അനാലിസിസ് ആണ് അടുത്തത്. പ്രോസസ് അനാലിസിസ് വരുമ്പം ടു എക്സ്പ്ലെയിൻ ഹൗ സംതിങ് വർക്ക്സ് ഓർ ടു ഷോ ഹൗ സംതിങ് ക്യാൻ ബി ഡൺ. എങ്ങനെയാണ് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, ചില കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെ നമുക്കത് കാണിച്ചു കൊടുക്കുക, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക. ഇത്തരത്തിൽ കാര്യങ്ങളാണ് പ്രോസസ് അനാലിസിസിൽ വരുന്നത്. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. സിമിലാരിറ്റീസ് ഡിഫറൻസിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിൽ വരുന്നത്. അടുത്തത് കോസ് ആൻഡ് എഫക്റ്റ് ആണ്. ടു എക്സ്പ്ലെയിൻ യൂസിങ് റീസൺസ് ആൻഡ് റിസൾട്ട്സ്. കോസ് ആൻഡ് എഫക്റ്റിൽ വരും കാര്യകാരണങ്ങൾ സഹിതം. അത് കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ അത് ബാധിക്കുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം, റീസണും റിസൾട്ടും കാണിച്ചുകൊണ്ട് വേണം നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അടുത്തത് ഡെഫിനിഷൻസ് ആണ്. ടു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ സംതിങ്. നമ്മൾ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം അതിനെ ബേസ് ചെയ്തിട്ട് ഇത് എന്താണെന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ ഒരു ടോപ്പിക് കോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് റിസർച്ച് നടത്തുന്നയാൾക്ക് സാധിക്കണം. അടുത്തത് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർസുവേഷൻ ആണ്. നമുക്ക് ആർഗ്യൂ ചെയ്യാനായിട്ട് പറ്റണം, ചില കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുക, ക്ലെയിം ചെയ്യാൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, പെർസ്യൂ ചെയ്യണം. പെർസ്യൂ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ട് വായനക്കാരനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി തീർക്കുകയും അയാൾക്ക് അത് അക്സെപ്റ്റബിൾ ആക്കി മാറ്റുകയും ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് ഇവിടെ ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർസുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ ഈ റിസർച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറേ സ്റ്റൈൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റൈൽസ് ഉപയോഗിച്ച് വേണം നമ്മൾ ശരിക്കും റിസർച്ച് ചെയ്യാനായിട്ട്. പോപ്പുലർ സ്റ്റൈൽ ഗൈഡ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതൊക്കെയാണ്? ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ MLA ഫോർമാറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ എന്നാണ് എൻ്റെ ഫുൾ ഫോം. MLA ഫുൾ ഫോം എന്താണെന്ന് ചോദ്യം വരാറുള്ളതാണ്. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, അതായത് ലിറ്ററേച്ചർ, അതേപോലെ തന്നെ കൊമേഴ്സ് പോലെയുള്ള വിഷയങ്ങൾ അധികം ഫോളോ ചെയ്യുന്നത് MLA ഫോർമാറ്റാണ്. അതേസമയം സയൻസ് വിഷയങ്ങളാണ് എങ്കിൽ, സോഷ്യൽ സയൻസ് പോലെയുള്ള വിഷയങ്ങളാണ് എങ്കിൽ APA ഫോർമാറ്റാണ് ഫോളോ ചെയ്യുന്നത്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി ഇത് MLA ഒക്കെ 8th എഡിഷൻ വരെയുണ്ട്. നമ്മളിപ്പം എന്താണ് ഈ ഒരു ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ടൈംസ് ന്യൂ റോമൻ ഫോളോ ചെയ്യണം. അതിൻ്റെ ഏത് ഫോണ്ടാണ് ഉപയോഗിക്കേണ്ടത്, അലൈൻമെൻറ്റ് എങ്ങനെയായിരിക്കണം, മാർജിൻ എങ്ങനെ വേണം, പാരഗ്രാഫ് ഡിവിഷൻ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാണ് വരുന്നത്, ഈ MLA അല്ലെങ്കിൽ APA ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വരുന്നത്. ഇനി ചിക്കാഗോ മാനുവൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. അതേപോലെ ഹവാർഡ്, ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസ് അവരുടെ തനതായ ഒരു സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഇവർ MLA, APA, ചിക്കാഗോ മാനുവൽ സ്റ്റൈൽ ഇതൊന്നുമല്ല ഫോളോ ചെയ്യുന്നത്. അടുത്തത് സോഷ്യൽ സയൻസ് ഡിസർട്ടേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ്, ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് അതവിടെ സ്റ്റഡി നടത്തുന്നത് എന്നാണ് നോക്കുന്നത്. അവിടെ ടൈറ്റിൽ പേജ് ഉണ്ടാകും. എന്താണ് ടോപ്പിക് എന്നതാണ് ടൈറ്റിൽ പേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്സ്ട്രാക്റ്റ് ഉണ്ടാകും. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് എ ബ്രീഫ് സമ്മറി ഓഫ് വാട്ട് യു ആർ ഡൂയിങ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു സമ്മറിയാണ് അബ്സ്ട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻട്രൊഡക്ഷനാണ്.
ഏതൊരു ഡിസർട്ടേഷനും നമ്മൾ ചെയ്യുന്നത് പോലെ, റിസർച്ചും ചെയ്യുന്ന പോലെ ഇൻട്രൊഡക്ഷൻ അവിടെ വേണം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ നേരത്തെ കണ്ടു. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ വരുന്നത്. മെത്തഡോളജി, ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്റ്റഡി നടത്തുന്നത് എന്നാണ് മെത്തഡോളജി. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റഡി നടത്തുന്നു. ആ സ്റ്റഡിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസൾട്ട് കണ്ടെത്തുന്നു. എന്താണ് ഈ സ്റ്റഡിയിലൂടെ നമ്മൾ കണ്ടെത്തിയതെന്നാണ് റിസൾട്ടിൽ വരുന്നത്. അടുത്തത് എന്താണ്? ഡിസ്കഷൻസ് ആൻഡ് ഫൈൻഡിങ്സ്. ഈ ഒരു ഇതിലൂടെ നിങ്ങൾ എന്ത് കണ്ടെത്തി? റിസൾട്ടിലൂടെ ഇത് നല്ലതാണ് എന്നാണോ മോശമാണ് എന്നാണോ നിങ്ങൾ കണ്ടെത്തിയത്. ഇനി റെഫറൻസ് ബിബ്ലിയോഗ്രാഫി അല്ലെങ്കിൽ സൈറ്റേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന സോഴ്സസ്, ഈ സ്റ്റഡി നടത്താനായിട്ട് എടുത്തിരിക്കുന്ന സോഴ്സസ് ബുക്സ് ആവാം, അതേപോലെ ഓൺലൈനായിട്ടുള്ള സോഴ്സസ് ആവാം. ഇപ്പോൾ ബുക്സ് ആണെങ്കിലും ഓൺലൈൻ സോഴ്സസ് ആണെങ്കിലും അത് എവിടെ നിന്നെടുത്തു, ആരാണ് ഓതർ, ഇപ്പോൾ ബുക്കാണ് എങ്കിൽ ആരാണ് പബ്ലിഷ് ചെയ്തത്, ഏത് ഓതറാണ്, ഏത് ബുക്കാണ് എന്നതൊക്കെയാണ് പേരൊക്കെയാണ്, ബുക്കിൻ്റെ പേരൊക്കെയാണ് അവിടെ പറയേണ്ടത്. ഓൺലൈൻ സോഴ്സ് ആണെങ്കിൽ ഏത് ടൈറ്റിൽ ഓഫ് ദ എസ്സേ അല്ലെങ്കിൽ ബുക്ക്, അതിൻ്റെ ടൈറ്റിൽ എന്താണ്, ഓതർ ആരാണ്, എന്ന് നിങ്ങൾ അതിൽ നിന്ന് എന്നാണ് അത് പബ്ലിഷ് ചെയ്ത് ഓൺലൈനായിട്ട് എന്ന് നിങ്ങളതങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൈറ്റേഷനിൽ വരുന്നത്. ഇത്രയുമാണ് യൂണിറ്റ് 2 ഓഫ് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.